മാജിക് മഷ്റൂം ലഹരി വസ്തുവല്ല, മറിച്ച് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഫംഗസ് മാത്രമാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. ഇത് കഴിഞ്ഞ ദിവസം മലയാള മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച വാർത്തയാണ്. എന്നാൽ ഈ വാർത്തയിലെ സത്യാവസ്ഥ എത്രത്തോളമുണ്ട്? മാജിക് മഷ്റൂം ലഹരി പദാർത്ഥമല്ല എന്ന് കേരള ഹൈക്കോടതി ശരിക്കും പറഞ്ഞിട്ടുണ്ടോ? ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഈ വാർത്ത സത്യമല്ല. കോടതി അങ്ങനെയൊരു നിരീക്ഷണം നടത്തിയിട്ടുമില്ല. അപ്പോൾ മാധ്യമങ്ങൾ നൽകിയ വാർത്തയോ? വയനാട് വെച്ച് ബാംഗ്ലൂരു സ്വദേശിയിൽ നിന്ന് 226 ഗ്രാം മാജിക് മഷ്റൂമും 50 ഗ്രാം മാജിക് മഷ്റൂം ക്യാപ്സ്യൂളുകളും പിടിച്ചെടുത്ത കേസിൽ പ്രതിക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് കോടതി ഈ നിരീക്ഷണം നടത്തിയതെന്നായിരുന്നു മാധ്യമ വാർത്ത. ലഹരി മരുന്നോടുകൂടി ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അറസ്റ്റ്, ജാമ്യം മുതൽ ശിക്ഷ വിധിക്കുന്നത് വരെയുള്ള വിവിധ ഘട്ടങ്ങളിൽ പിടിച്ചെടുത്ത ലഹരി മരുന്നിന്റെ അളവ് വളരെ പ്രധാനമാണ്. കുറഞ്ഞ അളവാണെങ്കിൽ ജാമ്യം കിട്ടാൻ താരതമ്യേന എളുപ്പമാണ്. മാത്രമല്ല, ചെറിയ ശിക്ഷയായിരിക്കും വിധിക്കുക. എന്നാൽ കൂടിയ അളവാണെങ്കിൽ ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. കൂടാതെ ശിക്ഷയും കടുത്തതായിരിക്കും. അതുകൊണ്ട് തന്നെ ലഹരി വസ്തുക്കൾ ഏതൊക്കെയാണെന്നും അവയുടെ അളവിലെ കുറവും കൂടുതലും നിയമം വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഇതിൽ മാജിക് മഷ്റൂം അല്ല, മറിച്ച് അതിലടങ്ങിയിരിക്കുന്ന രാസഘടകമായ സൈലോസൈബിനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോടതിയുടെ നിരീക്ഷണം അനുസരിച്ച് ഈ കേസിൽ പിടിച്ചെടുത്ത മാജിക് മഷ്റൂമിന്റെ കണക്ക് വെച്ച് അതിൽ ഉൾച്ചേർന്നിരിക്കുന്ന സൈലോസൈബിന്റെ അളവ് നോക്കിയാൽ അത് നിയമപ്രകാരം കുറഞ്ഞ അളവാണ്. അതുകൊണ്ട് തന്നെ 3 മാസമായി ജയിലിൽ കിടക്കുന്ന പ്രതിക്ക് നിയമപ്രകാരം ജാമ്യം നൽകുന്നതിൽ തെറ്റില്ല. മാജിക് മഷ്റൂമിനെ ഒരു ലഹരി മിശ്രിതമായി കണക്കാക്കണമെന്ന് പ്രോസിക്യൂട്ടർ വാദിച്ചിരുന്നു. കാരണം ഒരു ലഹരി പദാർത്ഥം മറ്റെന്തെങ്കിലും വസ്തുവുമായി ചേർക്കുമ്പോൾ മൊത്തം മിശ്രിതത്തിന്റെ അളവിനെ ലഹരിയുടെ അളവായി കണക്കാക്കി അത് പ്രകാരം ജാമ്യമോ ശിക്ഷയോ നിർണ്ണയിക്കാം. അതുകൊണ്ട് ഈ കേസിൽ മഷ്റൂമിന്റെ മൊത്തം തൂക്കം ലഹരിയുടെ തൂക്കമായി കണക്കാക്കി നിയമ നടപടി കടുത്തതാക്കണമെന്നായിരുന്നു വാദം. അപ്പോഴാണ് മഷ്റൂം സ്വാഭാവികമായുള്ള ഒരു ഫംഗസ് ആണെന്നും ആരെങ്കിലും കൃത്രിമമായി ഉണ്ടാക്കിയെടുത്ത പദാർത്ഥമല്ലെന്നും അതിനാൽ ആ തത്വം ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ലെന്നും കോടതി പറഞ്ഞത്. തുടർന്ന് പിടിച്ചെടുത്ത മഷ്റൂമിന്റെ അളവ് നേരത്തെ പറഞ്ഞതുപോലെ കുറഞ്ഞ അളവായി കണക്കാക്കി പ്രതിക്ക് ജാമ്യം അനുവദിക്കുകയായിരുന്നു. നേരത്തെ ഈ വിഷയത്തിൽ തമിഴ്നാട്, കർണാടക ഹൈക്കോടതികൾ പുറപ്പെടുവിച്ച ഉത്തരവുകൾ അടിസ്ഥാനമാക്കിയാണ് ഹൈക്കോടതി തീരുമാനമെടുത്തത്. 1 ലക്ഷം രൂപ ആൾ ജാമ്യം, അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാവുക, രാജ്യം വിട്ടുപോകരുത് എന്നീ വ്യവസ്ഥകളിലാണ് പ്രതിക്ക് ജാമ്യം അനുവദിച്ചത്. മാത്രമല്ല, വ്യവസ്ഥകൾ ലംഘിച്ചാൽ പ്രോസിക്യൂഷന് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ച് ജാമ്യം റദ്ദാക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. ഇതിനെയാണ് മാധ്യമങ്ങൾ മാജിക് മഷ്റൂം ഒരു നിരോധിത ലഹരിയല്ല എന്ന തരത്തിൽ വാർത്തയടിച്ച് ഹെഡ്ലൈൻ ഹിറ്റുണ്ടാക്കാൻ ശ്രമിച്ചത്. യാഥാർത്ഥ്യത്തിൽ നിന്ന് വസ്തുതകളെ അടർത്തി മാറ്റി ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വാർത്തയുണ്ടാകുന്നത്.